ക്യാപിറ്റലിസമാണോ അതോ സോഷ്യലിസമാണോ ശരിയെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്യാപിറ്റലിസം എന്ന് നോക്കാം. ക്യാപിറ്റലിസത്തിന് മലയാളത്തിൽ മുതലാളിത്തം എന്നാണ് പറയുന്നത്. മുതലാളിത്തം എന്നത് സ്വകാര്യ ഉടമസ്ഥത, സ്വതന്ത്ര വിപണി, മത്സരം എന്നിവയുടെ തത്വങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ്. വ്യക്തികൾക്കും ബിസിനസ്സുകൾക്കും സ്വത്ത് സ്വന്തമാക്കാനും ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കാനും സേവനങ്ങൾ ലാഭകരമാക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ചാണ് ഇത്. അതായത് ക്യാപിറ്റലിസത്തിൽ ഓരോ വ്യക്തികൾക്കും സ്വകാര്യ സ്വത്തിന് അവകാശമുണ്ട്. അതുപോലെ അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഏതാണെന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാനും അത് വിറ്റഴിക്കാനുമുള്ള സ്വകാര്യ മാർക്കറ്റും ക്യാപിറ്റലിസത്തിൽ ലഭ്യമാണ്. ഇനി ക്യാപിറ്റലിസത്തിൻ്റെ പ്രധാന സവിശേഷത നോക്കാം. അതിലൊന്നാമത്തേത് സ്വകാര്യ ഉടമസ്ഥതയാണ്. വ്യക്തികൾക്കോ കോർപ്പറേറ്റുകൾക്കോ സംസ്ഥാനത്തിനോ സർക്കാരിനോ പകരം ഭൂമി, ഫാക്ടറികൾ, വിഭവങ്ങൾ തുടങ്ങിയ ഉൽപ്പാദന ഉപാധികൾ സ്വന്തമായുണ്ട്. അതായത് വ്യക്തികൾക്കും കോർപ്പറേറ്റുകൾക്കും ഉൽപ്പാദന ഉപാധികൾ സർക്കാരിൻ്റെ മേൽനോട്ടത്തിലല്ലാതെയുണ്ട്. അതായത് അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല, അല്ലാതെ തന്നെ സ്വന്തമായ രീതിയിൽ സ്വകാര്യ ഉടമസ്ഥതയുണ്ട്. രണ്ടാമത്തേത് പ്രോഫിറ്റ് മോട്ടീവാണ്. മുതലാളിത്തം പ്രവർത്തിക്കുന്നത് ബിസിനസ്സുകളുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടല്ല. സോഷ്യലിസം പോലെ നേരെ മറിച്ച് ക്യാപിറ്റലിസം പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ്. അടുത്തത് സ്വതന്ത്ര വിപണികളാണ്. സാധനങ്ങളും സേവനങ്ങളും നിശ്ചിത വിലയിൽ വിറ്റഴിക്കാൻ ആവശ്യമായ സ്വതന്ത്ര വിപണികൾ ക്യാപിറ്റലിസത്തിൽ ലഭ്യമാണ്. അടുത്ത ഉപഭോക്തൃ തിരഞ്ഞെടുപ്പാണ്. മുൻഗണനകളെ അടിസ്ഥാനമാക്കി അവനവന് വേണ്ട ഉൽപ്പന്നങ്ങൾ ഏതാണോ അത് തിരഞ്ഞെടുക്കാനായി വ്യക്തികൾക്ക് ക്യാപിറ്റലിസ്റ്റ് മാർക്കറ്റുകളിൽ സാധിക്കുന്നതാണ്. ഇനി ക്യാപിറ്റലിസത്തിൻ്റെ നേട്ടങ്ങൾ നോക്കാം. അത് നവീകരണത്തിനുള്ള പ്രോത്സാഹനങ്ങളാണ്. മികച്ച ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സൃഷ്ടിക്കാനും സാങ്കേതിക പുരോഗതിയും സർഗാത്മകതയും പ്രോത്സാഹിപ്പിക്കാനും സംരംഭങ്ങളും ബിസിനസ്സുകളും ക്യാപിറ്റലിസത്തിൽ മത്സരിക്കുകയാണ്. അങ്ങനെ അതൊരു നവീകരണത്തിനുള്ള പ്രോത്സാഹനമായി മാറുകയാണ്. അടുത്ത സാമ്പത്തിക വളർച്ചയാണ്. ഒരു മുതലാളിത്ത വ്യവസ്ഥയിൽ നിക്ഷേപങ്ങളും കാര്യക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഇവിടെ പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ കമ്പനികളും അവർക്ക് മാക്സിമം എത്ര പ്രൊഡ്യൂസ് ചെയ്യാവോ അത്രയും പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റുന്ന വിലയിൽ വിറ്റഴിക്കാനും ശ്രമിക്കും. അങ്ങനെ ഇവിടെ സാമ്പത്തിക വളർച്ച സാധ്യമാകുന്നു. അടുത്ത ഉപഭോക്തൃ സ്വാതന്ത്ര്യമാണ്. അതായത് ആളുകൾക്ക് ഇപ്പം സോഷ്യലിസത്തിലാണെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന സാധനങ്ങൾ മാത്രമേ വാങ്ങാനായി സാധിക്കുകയുള്ളൂ. എന്നാൽ ക്യാപിറ്റലിസത്തിൽ വ്യക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനായി സാധിക്കുന്നതാണ്. ഇനി അടുത്ത മുതലാളിത്തത്തിൻ്റെ ചില ഡ്രോബാക്സ് ആണ്. അതിലൊന്നാമത്തേത് വരുമാന അസമത്വമാണ്. അതായത് മുതലാളിത്തത്തിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്നവൻ, അതായത് പണമുള്ളവൻ ലാഭം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ അവർ കൂടുതൽ സമ്പന്നരാകും, ദരിദ്രൻ വീണ്ടും ദരിദ്രനായിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമാന അസമത്വം ക്യാപിറ്റലിസത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത തൊഴിലാളികളുടെ ചൂഷണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ക്യാപിറ്റലിസം എന്ന് പറയുന്നത് മുതലാളികളെ കേന്ദ്രീകരിച്ചുള്ളതാണ്. അപ്പോൾ അവിടെ തൊഴിലാളികൾക്ക് വേണ്ടത്ര അവകാശങ്ങൾ ലഭിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അത് തൊഴിലാളികളുടെ ചൂഷണത്തിന് കാരണമായേക്കാം. അടുത്തത് പാരിസ്ഥിതിക ആശങ്കകളാണ്. അതിൽ ലാഭം തേടുന്നതിന് വേണ്ടി ചിലപ്പോൾ പ്രകൃതി വിഭവങ്ങളെ അമിതമായി ചൂഷണം ചെയ്യാനുള്ള ഒരു സാധ്യത ക്യാപിറ്റലിസത്തിൽ നിലനിൽക്കുന്നു. അത് പാരിസ്ഥിതിക ആശങ്കകൾക്ക് കാരണമാകുന്നു. ഇനി മുതലാളിത്ത രാജ്യങ്ങളുടെ ഉദാഹരണങ്ങൾ നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജപ്പാൻ, പിന്നെ പാശ്ചാത്യ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ മുതലാളിത്ത തത്വങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. അവിടെ ചെറിയ തോതിലുള്ള ചില സോഷ്യലിസ്റ്റ് ഘടകങ്ങൾ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ വെൽഫെയർ ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. അതായത് ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കി ക്യാപിറ്റലിസ്റ്റ് ഗവൺമെൻറ്റുകൾ തന്നെ പ്രവർത്തിക്കുന്നതിനെയാണ് വെൽഫെയർ ക്യാപിറ്റലിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാൻ പോകുന്നത് സോഷ്യലിസത്തിൻ്റെ ഗുണങ്ങളാണ്. അതിലൊന്നാമത്തേത് സാമ്പത്തിക സമത്വമാണ്. അതായത് സമ്പത്തും വിഭവങ്ങളും പുനർവിതരണം ചെയ്തുകൊണ്ട് വരുമാന അസമത്വം കുറയ്ക്കുകയാണ് സോഷ്യലിസം ലക്ഷ്യമിടുന്നത്. സാമൂഹിക സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്ന് സോഷ്യലിസം ഉറപ്പാക്കുന്നു. അടുത്തത് സേവനങ്ങളിലേക്കുള്ള സാർവത്രിക പ്രവേശനമാണ്. സോഷ്യലിസത്തിന് കീഴിൽ ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസം പോലുള്ള ആവശ്യ സേവനങ്ങൾ എല്ലാ വ്യക്തികൾക്കും ലഭ്യമാണ്. അതായത് ക്യാപിറ്റലിസത്തിലാണെങ്കിൽ പൈസ ഉള്ളവന് മാത്രമേ ഇതൊക്കെ ലഭ്യമാവുകയുള്ളൂ. എന്നാൽ സോഷ്യലിസത്തിൽ അങ്ങനെയല്ല, എല്ലാ വ്യക്തികൾക്കും ആവശ്യ സേവനങ്ങൾ ലഭ്യമാണ്. പിന്നെ ദാരിദ്ര്യം കുറയ്ക്കുന്നു. അതായത് എല്ലാവർക്കും തുല്യമായ രീതിയിലെല്ലാം പങ്കുവെച്ചതിനാൽ ദാരിദ്ര്യം എന്ന് പറയുന്നവ കുറച്ചിരിക്കുന്നതാണ്. അടുത്തത് കൂട്ടായ ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സോഷ്യലിസം വ്യക്തിഗത ലാഭത്തേക്കാൾ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് ഊന്നൽ നൽകുന്നു. ഇത് ഐക്യദാർഢ്യത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പൊതുബോധം വളർത്തുന്നു. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. അടുത്തത് ചൂഷണത്തിനെതിരായ സംരക്ഷണമാണ്. സോഷ്യലിസത്തിന് കീഴിൽ തൊഴിലാളികൾ ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സോഷ്യലിസം എന്ന് പറയുന്നത് തൊഴിലാളി കേന്ദ്രീകൃതമായ ഒന്നാണ്.
അപ്പോൾ അവിടെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ക്യാപിറ്റലിസത്തിലേക്കാൾ കൂടുതലായി ലഭിക്കും. ക്യാപിറ്റലിസം മുതലാളികളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ സോഷ്യലിസം ആകട്ടെ തൊഴിലാളികൾക്ക് ഒരു സർവാധിപത്യം കിട്ടുന്ന രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ളതാണ്. അടുത്തത് സാമ്പത്തിക പ്രതിസന്ധികളിൽ സ്ഥിരതയാണ്. പ്രധാന വ്യവസായങ്ങളുടെ പൊതു ഉടമസ്ഥത നിലനിർത്തുന്നതിലൂടെയും ആവശ്യ സേവനങ്ങൾ ആക്സസ് ചെയ്യാവുന്നതാണെന്ന് ഉറപ്പാക്കുന്നതിലൂടെയും സാമ്പത്തിക മാന്ദ്യ സമയത്ത് സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾക്ക് ഒരു സുരക്ഷാ വലയം നൽകാൻ കഴിയും. അടുത്തത് പാരിസ്ഥിതിക സുസ്ഥിതിയാണ്. സോഷ്യലിസം പലപ്പോഴും ദീർഘകാല ആസൂത്രണത്തിനും റിസോഴ്സ് മാനേജ്മെന്റിനും മുൻഗണന നൽകുന്നു. ഇത് ലാഭാധിഷ്ഠിത മുതലാളിത്ത സംവിധാനങ്ങളുമായി താരതമ്യപ്പെടുമ്പോൾ കൂടുതൽ സുസ്ഥിരമായ പാരിസ്ഥിതിക രീതികളിലേക്ക് നയിച്ചേക്കാം. അടുത്ത വർഗരഹിത സമൂഹമാണ്. എല്ലാവർക്കും വിഭവങ്ങളിലേക്കും അവസരങ്ങളിലേക്കും തുല്യ പ്രവേശനം ഉറപ്പാക്കി സാമൂഹിക സൗഹാർദ്ദം വളർത്തിയെടുക്കുന്നതിലൂടെ വർഗവ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനാണ് സോഷ്യലിസം ശ്രമിക്കുന്നത്. ഇങ്ങനെ നമ്മൾ തിയറി പറഞ്ഞു കേൾക്കുമ്പോൾ സോഷ്യലിസത്തിന് കുറേ നല്ല കാര്യങ്ങളുള്ളതായിട്ട് തോന്നും. ഉദാഹരണത്തിന് തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കുന്നു, എല്ലാവർക്കും തുല്യമായ രീതിയിൽ എല്ലാം ലഭ്യമാക്കുന്നുവെന്ന്. എന്നായിരുന്നാലും സോഷ്യലിസം ശരിക്കും ഒരു നല്ല കാര്യമാണോ? അതിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സോഷ്യലിസത്തിൻ്റെ നെഗറ്റീവായ വശങ്ങൾ കൂടി കാണേണ്ടി വരും. അതിലൊന്നാമത്തേത് സാമ്പത്തിക കാര്യക്ഷമതയില്ലായ്മയാണ്. അതായത് വ്യക്തികൾക്ക് സ്വത്തിനുമേൽ അവകാശം കൊടുക്കാതെ പാരമ്പര്യ സ്വത്തവകാശങ്ങളില്ലാതെയും എല്ലാവർക്കും തുല്യമായി വിഭജിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടെന്ന് കരുതുക. അവിടെ എന്ത് സംഭവിക്കും? വ്യക്തികൾ ഒരിക്കലും അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രൊഡക്ഷൻ ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഒരു 100 പേര് കൂടി ഒരു പണിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവർക്കും എത്ര പണി ചെയ്താലും ഒരേ കൂലി. ഒരുത്തൻ ഒരു പണി ചെയ്തില്ലെങ്കിലും അവനും അതേ പൈസ. ഇങ്ങനെയാണെങ്കിൽ അത് ന്യായമായി നമ്മൾ അംഗീകരിക്കുമോ? എല്ലാവരും മടിയന്മാരായി പോവും. ഇത് തന്നെയാണ് സോഷ്യലിസത്തിൽ സംഭവിക്കുന്നത്. അവിടെ സാമ്പത്തിക കാര്യക്ഷമതയില്ല, കാരണം ഒരു മത്സരമില്ല. അവനവന് വേണ്ടത് അവനവൻ ഉണ്ടാക്കണമെന്ന ചിന്തയില്ല. നേരെ മറിച്ച് സ്റ്റേറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുത്തോളുമെന്നാകുമ്പോൾ വ്യക്തികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി പ്രൊഡക്ഷൻ നടത്താൻ ഒരിക്കലും ശ്രമിക്കുകയില്ല. അതാണ് സോഷ്യലിസത്തിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക്. അടുത്ത വ്യക്തി സ്വാതന്ത്ര്യം അടിച്ചമർത്തൽ. അത് പരിമിതമായ ചോയ്സാണ്. ഇപ്പോൾ സോഷ്യലിസം നിലനിന്നിരുന്ന ചില സ്ഥലങ്ങളിലെ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ ഒരു സോപ്പ് മേടിക്കണം, ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മുടെ ഒരു കടയിൽ ചെല്ലുമ്പോൾ ഏത് ഇഷ്ടമുള്ള സോപ്പ് നമുക്ക് മേടിക്കാം. പക്ഷേ സോഷ്യലിസത്തിൽ അങ്ങനെയല്ല. അവിടെ ഗവൺമെൻറ് കൊടുക്കുന്ന സോപ്പ് ഏതാണോ അത് മാത്രമേ ജനങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. അതായത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് സോഷ്യലിസ്റ്റ് സംഭവിക്കുന്നത്. അടുത്ത ബ്യൂറോക്രസിയുടെ അഴിമതിയുടെയും സാധ്യതയാണ്. സോഷ്യലിസ്റ്റ് സംവിധാനങ്ങൾ പലപ്പോഴും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും നയങ്ങൾ നടപ്പാക്കുന്നതിനും ബ്യൂറോക്രസിയാണ് ആശ്രയിക്കുന്നത്. ഇങ്ങനെ ബ്യൂറോക്രസിയെ ആശ്രയിക്കുമ്പോൾ ബ്യൂറോക്രസിക്ക് അതിൽ അഴിമതി നടത്താനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അടുത്ത് ജോലി ചെയ്യുന്നതിനും നവീകരിക്കുന്നതിനും വിസമ്മതിക്കുക. അതായത് സോഷ്യലിസ്റ്റ് സംവിധാനങ്ങളിൽ ജോലിക്ക് കൂലി എന്ന് പറയുന്നത് തുല്യമായിട്ടാണ്. ഒരുത്തൻ കഠിനമായ അധ്വാനം ചെയ്താലും അതേസമയം ഒരുത്തൻ മോശമായ രീതിയിൽ അധ്വാനിച്ചാലും തുല്യ കൂലിയാണ് കൊടുക്കുന്നത്. അതുമൂലം തൊഴിലാളികൾ മടിയന്മാരാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് സാമ്പത്തിക സ്തംഭനാവസ്ഥയാണ്. കാര്യക്ഷമതയില്ലായ്മയും മത്സരത്തിൻ്റെ അഭാവവും കാരണം സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥകൾ സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ പലപ്പോഴും പാടുപെടുന്നു. ഉദാഹരണത്തിന് USSR 1970കളിലും 1980കളിലും സാമ്പത്തിക സ്തംഭനാവസ്ഥ അനുഭവിച്ചു. അതതിൻ്റെ ആത്യന്തിക തകർച്ചയ്ക്ക് കാരണമായി. ഇനി സോഷ്യലിസം ചരിത്രപരമായി പരാജയപ്പെട്ട ഒരു ദർശനമാണ്. അത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. സോഷ്യലിസത്തിൻ്റെ ഏറ്റവും പ്രമുഖ ഉദാഹരണങ്ങളിലൊന്നായ സോവിയറ്റ് യൂണിയനിൽ ഭക്ഷ്യക്ഷാമം, സാമ്പത്തിക നഷ്ടം തുടങ്ങി നിരവധി വെല്ലുവിളികൾ നേരിട്ടു. കാര്യക്ഷമതയില്ലായ്മ, രാഷ്ട്രീയ അടിച്ചമർത്തൽ ഈ പ്രശ്നങ്ങൾ ആത്യന്തികമാക്കി. 1991 സോവിയറ്റ് യൂണിയൻ പിടിച്ചുവിടുകയുണ്ടായി. വെനസ്വേല പോലുള്ള രാജ്യങ്ങളും സോഷ്യലിസ്റ്റ് നയങ്ങൾക്ക് കീഴിൽ സാമ്പത്തിക പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇത് തെറ്റായ മാനേജ്മെൻറ്റിൻ്റെയും ഭരണകൂട നിയന്ത്രണത്തെ അമിതമായി ആശ്രയിക്കുന്നതിൻ്റെയും അപകട സാധ്യത ഉയർത്തി കാണിക്കുന്നു. ഇനി അസമത്വത്തിനുള്ള സാധ്യതയാണ്. അത് നമ്മൾ പറഞ്ഞു, സോഷ്യലിസ്റ്റ് എല്ലാവർക്കും വെൽത്ത് തുല്യമായ രീതിയിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. എന്നാൽ പൊളിറ്റിക്കൽ പവർ ഒരിക്കലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുമൂലം സോഷ്യലിസ്റ്റ് വ്യവസ്ഥകളിൽ ആരാണോ ഗവൺമെൻറ്റിനെ ഭരിക്കുന്നത് അവർക്ക് കൂടുതൽ അധികാരം കിട്ടുകയും അവർ ഒരു അസമത്വം സൃഷ്ടിക്കുകയുമാണ്. അതായത് സമൂഹത്തിൽ പാർട്ടിയിൽ ആരാണോ ശക്തൻ ആ വ്യക്തി ഉന്നതനായി കാണപ്പെടുന്നു. അതായത് നേരെ മറിച്ച് ക്യാപിറ്റലിസ്റ്റിൽ ആരാണോ പണക്കാരൻ അവനൊരു അഡ്വാൻറ്റേജ് കിട്ടുമ്പോൾ ഇവിടെ ആർക്കാണോ അധികാരത്തിൽ പവറുള്ളത് അവൻ സമൂഹത്തിൽ വലിയവനായി വരികയാണ്. അതും സോഷ്യലിസ്റ്റിൻ്റെ എടുത്തു പറയേണ്ട ഡ്രോബാക്കാണ്. ഇനി സോഷ്യലിസമാണോ ക്യാപിറ്റലിസമാണോ ശരി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ക്യാപിറ്റലിസമാണ് ശരി. കാരണം ലോകത്ത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരിക്കലും മുമ്പോട്ട് പോകുവാൻ സാധ്യമല്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് USSR 1991 തകർന്നത്.
ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ എല്ലാവർക്കും സ്വത്തിനുമേൽ തുല്യ അവകാശം, എല്ലാവർക്കും ഒരേ വേതനം ഇതൊക്കെ നൽകുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവുകയില്ല. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അലസന്മാരാകും. പാരമ്പര്യമായി സ്വത്ത് കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല, വ്യക്തികൾക്ക് സ്വകാര്യ സ്വത്ത് സംരക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ആളുകൾ കൂടുതൽ അലസരാവുകയും അങ്ങനെ അത് ഗവൺമെൻറ്റിൻ്റെ അല്ല, നേരെ മറിച്ച് എക്കോണമിയുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. നേരെ മറിച്ച് ക്യാപിറ്റലിസ്റ്റിൽ നല്ല കോമ്പറ്റീഷനുണ്ട്. അവിടെ പുതിയ പുതിയ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്യാപിറ്റലിസമാണ് നല്ലത്. പക്ഷേ എന്ന് കരുതി മുതലാളിത്തത്തിൻ്റെ ചൂഷണങ്ങൾ ക്യാപിറ്റലിസ്റ്റിൽ തൊഴിലാളികൾ നേരിടുന്നുണ്ട്. അവയെ ഓവർകം ചെയ്യാൻ വേണ്ടി ലേബർ ലോസ് കൊണ്ടുവരികയും പിന്നെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് വെൽഫെയർ പ്രോഗ്രാംസ് കൊണ്ടുവരികയും ചെയ്യാവുന്നതാണ്. അതിനെ വെൽഫെയർ ക്യാപിറ്റലിസം എന്നാണ് പറയുന്നത്. അത് ചിലർ ഇതിനെ ഒരു മിക്സ്ഡ് എക്കോണമി എന്ന് പറയും. വേണമെങ്കിൽ നമുക്ക് മിക്സ്ഡ് എക്കോണമി എന്ന് പറയാം. എന്നാൽ അതിനേക്കാൾ ഉപരി ഇതൊരു മിക്സ്ഡ് എക്കോണമി അല്ല, നേരെ മറിച്ച് ക്യാപിറ്റലിസത്തിൽ കുറച്ച് വെൽഫെയർ പ്രോഗ്രാംസ് ആഡ് ചെയ്യുന്നു. ഇത് വെൽഫെയർ ക്യാപിറ്റലിസമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല സമ്പദ് വ്യവസ്ഥ വെൽഫെയർ ക്യാപിറ്റലിസമാണ്.